നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ലീഗ് കപ്പിലെ പോരാട്ടം നമ്മൾ കണ്ടല്ലോ. ടൈഗ്രസ് UANലുമായിട്ട് ഇന്റർ മയാമി 2-1 വിജയിച്ച് കയറിയ മത്സരം. ആ കളിയുടെ രണ്ടാം പകുതിയിൽ സ്റ്റാൻഡിലിരുന്നു കൊണ്ടാണല്ലോ ഹാവിയർ മഷ്രാനോ കളി നിയന്ത്രിച്ചത്. റെഡ് കാർഡ് കിട്ടി പുറത്തു പോയ കോച്ചിന് ഗ്യാലറിയിലിരുന്ന് കളി നിയന്ത്രിക്കാൻ പറ്റുമോ? അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അസിസ്റ്റന്റ് കോച്ചിനോട് സംസാരിക്കുന്നത് കാണാമായിരുന്നു. കൂടാതെ ഫോൺ എടുത്ത് സംസാരിക്കുന്നു. വളരെ അനിമേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. വലിയ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു. ഇത് അനുവദനീയമാണോ? ഇങ്ങനെ സ്റ്റാൻഡിലിരിക്കുന്ന ആൾക്ക് ഫോൺ ഉപയോഗിച്ച് നിർദ്ദേശം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ സാധാരണ നമ്മൾ ഫുട്ബോൾ ഗെയിമുകളിൽ കാണാറില്ല. പക്ഷേ ഇത് അനുവദനീയമാണോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ട് വ്യാപകമായിട്ട് വന്നു. മഷ്രാനക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള വാദങ്ങളും വന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗ്സ് കപ്പിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ആ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇന്റർ മയാമി കോച്ച് ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഇങ്ങനെ റെഡ് കാർഡൊക്കെ കിട്ടിയാൽ പോയിരിക്കേണ്ട സ്ഥലത്ത് തന്നെയായിരുന്നു. പിന്നെ അത് ടൂർണമെൻറ്റ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെൽഫോൺ കമ്മ്യൂണിക്കേഷൻസ് ആർ നോട്ട് പ്രൊഹിബിറ്റഡ് ബൈ ലീഗ്സ് കപ്പ് റെഗുലേഷൻ. ലീഗ്സ് കപ്പിൻ്റെ നിയമം അനുസരിച്ച് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ അത് ബാൻ ചെയ്തിട്ടില്ല, പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല, നിരോധിച്ചിട്ടില്ല. നോട്ട് ദാറ്റ് ആക്ഷൻസ് ആർ റിവ്യൂഡ് ബൈ ദി ഡിസിപ്ലിനറി കമ്മിറ്റി എന്നുകൂടി അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ അത് പ്രൊഹിബിറ്റഡ് അല്ല, മഷ്രാനോക്കെതിരെ വേറെ പ്രത്യേക നടപടി വരാൻ സാധ്യതയില്ല എന്നാണ് ഈ ലീഗ്സ് കപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ നടക്കും, അതൊക്കെ അവിടെ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇനി സെമി ഫൈനൽ മത്സരത്തിൽ കോച്ചായിട്ട് ഹാവിയർ മഷ്രാനോ ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും ഈ സീനുകളൊക്കെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയതിനെക്കുറിച്ച് തങ്ങൾ അവെയർ ആയിരുന്നില്ല. രണ്ടാം പകുതിക്ക് അദ്ദേഹം കോച്ചായിട്ട് തന്നെ വരാനിരുന്നതാണ് എന്ന് ഇപ്പോൾ ഇന്റർ മയാമിയുടെ അസിസ്റ്റന്റ് കോച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, മൊറേലസിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് കോച്ച് ഹാവിയർ മൊറേലസ് കളിക്ക് ശേഷം അദ്ദേഹമാണ് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ വന്നത്. അദ്ദേഹം പറഞ്ഞു, എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തതയില്ല ആ റെഡ് കാർഡിൻ്റെ കാര്യത്തിൽ. റഫറീസ് 6 മിനിറ്റ് ആഡ് ഓൺ കൊടുത്തു. ഞങ്ങൾ അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റും പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് റഫറി വെറുതെ ഒരു റെഡ് കാർഡ് എടുത്തങ്ങ് കാണിച്ചു എന്നാണ്. അതിനപ്പുറത്തേക്ക് അവിടെ ഇങ്ങനെ റെഡ് കാർഡ് കൊടുക്കാനുള്ള സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും ലഭിച്ചതുമില്ല. ഈ റെഡ് കാർഡ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ സെക്കൻഡ് ഹാഫിന് വേണ്ടി വന്നത് നോർമലായിട്ടുള്ള രൂപത്തിലാണ്. അപ്പോഴാണ് ഹാവിയർ മഷ്രാനോയോട് അദ്ദേഹത്തെ സെൻഡ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ടു ബി ഓണസ്റ്റ്, ഞങ്ങൾ ആ റെഡ് കാർഡ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല എന്നാണ് ഇപ്പോൾ മൊറേലസ് പറഞ്ഞ സംഗതി. എന്തായാലും ആ റെഡ് കാർഡ് റഫറിയോട് മോശമായി സംസാരിച്ചതിനാണ് എന്നതാണ് വ്യക്തമാവുന്നത്. ഏതായാലും അടുത്ത കളിക്ക് ഹാവിയർ മഷ്രാനോ ഉണ്ടാവില്ല ബെഞ്ചിൽ. പക്ഷേ ഇതിപ്പോൾ ഫോൺ ഉപയോഗിക്കാമല്ലോ, നോ പ്രോബ്ലം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.